Hello dear students, welcome to another lecture of Design of Hydraulic Structures. ഈ വീഡിയോയിൽ നമ്മൾ ഖോസ്ലാസ് തിയറി എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നുള്ള 3 വീഡിയോയിൽ നമ്മൾ ഖോസ്ലാസ് തിയറീൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രോബ്ലം പറയാൻ കാരണം ഇതിൽ പറയുന്ന കുറേ ടേംസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ തിയറി വായിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഓരോ ടേമുകൾ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ തിയറിയാണ്. മിക്കപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. 2 ടൈപ്പിലുള്ള തിയറിയാണ് വിയറിൻ്റെ ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്ലിഗ്സ് തിയറി, സെക്കൻഡ് വൺ ആണ് ഖോസ്ലാസ് തിയറി. ബ്ലിഗ്സ് തിയറിയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഖോസ്ലാസിൻ്റെ കുറച്ച് തിയറി വരുന്നത്. 1910 തൊട്ട് 1927 വരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിഗ്സ് തിയറി തന്നെയായിരുന്നു യൂസ് ചെയ്തത്. അതിൻ്റെ ഇടയിലാണ് ചെനബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിയർ, പഞ്ചാബിലുള്ള ഒരു വിയർ കൊളാപ്സ് ആയത്. ബ്ലിഗ്സ് തിയറീൻ്റെ എല്ലാ കൺസെപ്റ്റും സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു വിയർ തന്നെയായിരുന്നു. അത് കൊളാപ്സായി. അപ്പോൾ അത് കൊളാപ്സ് ആവാനുള്ള കാരണങ്ങൾ എന്താണെന്ന് സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ ഖോസ്ലാസ് കണ്ടെത്തി. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയൊരു തിയറി ഉണ്ടാക്കിയത്, ഖോസ്ലാസ് തിയറി. എന്നിരുന്നാലും ചെറിയ വിയേഴ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ഇപ്പോഴും ബ്ലിഗ്സ് തിയറി തന്നെയാണ് സാധാരണ നോർമലി യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെ. ഖോസ്ലാസ് കുറച്ചുകൂടി ലെങ്തിയാണ്, കുറച്ചുകൂടി ടഫായിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ബ്ലിഗ്സിൻ്റെ തിയറി അനലൈസ് ചെയ്തിട്ട് ഖോസ്ലാസ് കുറച്ച് കൺക്ലൂഷൻ എത്തി. 4 കൺക്ലൂഷനാണ് മെയിനായിട്ട് ഖോസ്ലാസ് എത്തിയത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മളുടെ വെർട്ടിക്കൽ കട്ട് ഓഫ് ഉണ്ടല്ലോ, ഷീറ്റ് പൈല്. നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തപ്പോൾ ഒരു 3 ഷീറ്റ് പൈൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഷീറ്റ് പൈലിൻ്റെ ഔട്ടർ ഫേസും ഇന്നർ ഫേസും ഒരുപോലെ വർക്ക് ചെയ്യണു, അല്ലെങ്കിൽ ഒരുപോലത്തെ പ്രോപ്പർട്ടിയാണ് അതിനുള്ളത് എന്നായിരുന്നു ബ്ലിഗ്സ് പറഞ്ഞത്. ഖോസ്ലാസ് പറഞ്ഞു അതിൽ ഔട്ടർ സർഫസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ഇന്നർ സർഫസ്, മോർ എഫക്റ്റീവ് ദാൻ ദ ഇന്നർ സർഫ്. രണ്ടിനും ഒരേപോലെ എല്ലാ സംഭവങ്ങൾ അതിനുള്ള കഴിവ് എന്ന് ഖോസ്ലാസ് പറഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റ്, ഇഫ് ദ ഇൻ്റർമീഡിയറ്റ് പൈൽസ് ആർ സ്മോളർ ദാൻ ദ എക്സ്ട്രീം പൈൽസ്, 2 സൈഡിലുള്ള പൈലിനേക്കാളും ചെറുതാണ് ഇൻ്റർമീഡിയറ്റ് പൈൽ എന്നുണ്ടെങ്കിൽ ആ ഇൻ്റർമീഡിയറ്റ് പൈൽ കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. മൂന്നാമത്തേത്, ദ അണ്ടർമൈനിങ് ഓഫ് ദ ഫ്ലോർ സ്റ്റാർട്ട് ഫ്രം ദ ടെയിൽ എൻഡ്. എന്താണ് ടെയിൽ എൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു വിയർ കൊളാപ്സ് ആവുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കണ്ടു അല്ലേ. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വിയർ കൊളാപ്സ് ആവുന്നത് എങ്ങനെയാണ്? ത്രൂ പൈപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർമൈനിങ് എന്ന് പറയുന്നത് അതിൻ്റെ ടെയിൽ എൻഡിൽ നിന്ന് ഈ എൻഡിൽ നിന്നാണ് ഇത് കൊളാപ്സായി വരിക. ഈ ഒരു എൻഡിൽ നിന്ന്, അതായത് അതിൻ്റെ ടെയിൽ എൻഡിൽ നിന്നാണ് ഇത് കൊളാപ്സായി വരുന്നത്, പൈപ്പിംഗ് ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങോട്ടാണ് ഈ നമ്മളെ വിയർ എന്ന് പറയുന്നത് ചെരിഞ്ഞു പോകുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. ഓക്കെ, അണ്ടർമൈനിങ് ഓഫ് ദ ഫ്ലോർ സ്റ്റാർട്ട് ഫ്രം ദ ടെയിൽ എൻഡ്, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കുക. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ടു ഹാവ് എ റീസണബിളി ഡീപ്പ്. അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രീം എൻഡിൽ, ലാസ്റ്റ് എൻഡിൽ വലിയൊരു കട്ട് ഓഫ് പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇങ്ങനൊരു 4 തിയറികളാണ്, കൺക്ലൂഷനാണ് ബ്ലിഗ്സ് തിയറിയിൽ നിന്ന് മോഡിഫൈ ചെയ്തിട്ട് ഖോസ്ലാസ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഒന്നെന്താണ്, പൈലിനെ പറ്റി തന്നെ മെയിനായിട്ട് കണ്ടുപിടിച്ചത്. പൈലിൻ്റെ 2 സൈഡിലുള്ള എഫക്റ്റീവ് എന്ന് പറയുന്നത് സെയിം അല്ല. പിന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വെക്കുന്ന പൈലിന് ലെങ്ത്ത് കൂടുതൽ വേണം, മറ്റിൻ്റെ അതിനേക്കാളും ചെറുതാണെങ്കിൽ ഇഫക്റ്റീവ് ആവില്ല. മൂന്നാമത്തേത്, അണ്ടർമൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെയിൽ എൻഡിൽ നിന്നാണ്, അതായത് എക്സ്ട്രീം എൻഡിൽ നിന്നാണ്, എക്സിറ്റ് എൻഡിൽ നിന്നാണ് അത് അണ്ടർമൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സിറ്റ് പൈലിന്, ഡൗൺ സ്ട്രീം പൈലിലുള്ള പൈലിൻ്റെ ലെങ്ത്ത് കൂടുതൽ കൊടുക്കണം. ഇങ്ങനെ 3 കൺക്ലൂഷനാണ് എത്തിയത്. അതുപോലെ തന്നെ ആ 3 കൺക്ലൂഷൻ്റെ ബേസിൽ ഖോസ്ലാസിൻ്റെ തിയറീനെ 3 പോയിൻ്റായിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഈ കൺക്ലൂഷനൊക്കെ വെച്ച് ഖോസ്ലാസ് ഒരു തിയറി പറഞ്ഞു. ആ തിയറീനെ നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് ചുരുക്കിയിട്ട് 3 പോയിൻറ്റിൻ്റെ താഴെ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ്, ദ സീപ്പിംഗ് വാട്ടർ ഡസ് നോട്ട് ക്രീപ്പ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് പക്ക ഫ്ലോർ ബട്ട് ഇറ്റ് മൂവ്സ് അലോങ് എ സെറ്റ് ഓഫ് സ്ട്രീം ലൈൻ. എന്ന് വെച്ചാൽ ബ്ലിഗ്സ് തിയറീൻ്റെ അസംഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇങ്ങനൊരു വിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിയറിൻ്റെ ഈ എൻഡിലൊരു പൈലും ഈ എൻഡിലൊരു പൈലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം പോകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, സീപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ കോണ്ടൂർ കൂടെ ആയിരിക്കും. അതായത് ഇതിൻ്റെ ചുറ്റി ഇങ്ങനൊരു ലൈനിലാണ് നമ്മൾ വെള്ളം സീപ്പ് ചെയ്ത് പോവുക നമ്മൾ ബ്ലിഗ്സ് തിയറിയിൽ അസ്യൂം ചെയ്തിരുന്നു. ഖോസ്ലാസ് പറയുന്നത് എന്താണ്, ഇങ്ങനെ ബോട്ടം കോണ്ടൂർ ഓഫ് പക്ക ഫ്ലോറിൻ്റെ എലോങ് ആയിട്ടല്ല നമ്മൾ വെള്ളം ക്രീപ്പ് ചെയ്ത് പോകുന്നത്. ഇറ്റ് മൂവ്സ് അലോങ് സ്ട്രീം ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ലൈൻസ് കൂടെയാണ്
ഈ വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ സ്ട്രീം ലൈൻ അറിയണം. ഈ സ്ട്രീം ലൈനിൽ കുറച്ച് ടേംസൊക്കെ ഈ സ്ട്രീം ലൈൻ പോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ, ഫ്ലോ നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് കൂടി കോസ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടേംസുകൾ എന്താണെന്ന് അറിയണം. അപ്പോൾ എന്താണ് ഈ സ്ട്രീം ലൈൻ? സ്ട്രീം ലൈൻ പറയാൻ നമുക്കൊരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ ബ്ലിക്സ് പറഞ്ഞാൽ എന്താ? ബ്ലിക്സ് പറഞ്ഞത് ഈ വെള്ളം സീപ്പ് ചെയ്ത് പോകുന്നത് അതിൻ്റെ കോണ്ടൂർ കൂടിയാണ് എന്നാണ്. അതായത് ആ താഴെയുള്ള ഫ്ലോറിൻ്റെ അതേ വഴി കൂടെയാണ് വെള്ളം പോവുക എന്നാണ് പറഞ്ഞത്. ബട്ട് ബ്ലിക്സ് പറഞ്ഞത് ആദ്യത്തെ വെള്ളം ഒഴുകിപ്പോകുന്നത് ബ്ലിക്സ് പറഞ്ഞ പോലെ തന്നെ, ബ്ലിക്സ് തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ കോണ്ടൂർ ഓഫ് പക്ക ഫ്ലോറിൻ്റെ, അതായത് പക്ക ഫ്ലോറിൻ്റെ അറ്റത്ത് കൂടെ വക്ക് കൂടെയാണ് വെള്ളം ക്രീപ്പ് ചെയ്ത് പോവുക. ബട്ട് പിന്നെ വെള്ളം ഒഴുകുന്നത് അതിൽ നിന്ന് മാറിപ്പോവും. അതായത് ആദ്യം വെള്ളം ഒഴുകുന്നത് അതുവഴിയാണെന്നുണ്ടെങ്കിലും പിന്നെ ഒഴുകുന്ന വെള്ളമൊക്കെ അതിൻ്റെ താഴെ കണ്ടില്ലേ ഈ ഓരോ ലൈന്, ഈ ലൈനാണ് ആദ്യത്തെ ലൈന് പോകുന്നത്. പിന്നെ പോകുന്ന വെള്ളം അതിന് കുറച്ചും കൂടി വിട്ടിട്ടാണ് പോവുക. അടുത്ത ലൈന് പോകുന്നത് അതിനേക്കാളും കുറച്ച് വിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുക, streamline. It is the path along which the water flows through the subsoil. Streamline is a path along with വെള്ളം ഒഴുകുന്ന ലൈനിനെയാണ് സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്ട്രീം ലൈൻ ഫോളോസ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് ദ സ്ട്രക്ചർ ആസ് സ്റ്റേറ്റഡ് ബൈ ബ്ലിക്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ വെള്ളം പോകുന്നത് ബ്ലിക്സ് പറഞ്ഞ പോലെ തന്നെ കോണ്ടൂർ കൂടെയാണ്. പക്ഷേ ദ റിമൈനിങ് സ്ട്രീം ലൈൻ ഫ്ലോ സ്മൂത്ത് കർവ്സ് ട്രാൻസിറ്റ് സ്ലോലി ഫ്രം ദ ഔട്ട്ലൈൻ ഓഫ് ദ ഫൗണ്ടേഷൻ ടു എ സെമി എലിപ്സ്. ആദ്യത്തെ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് ബ്ലിക്സ് തിയറി പോലെ തന്നെ ആയിരിക്കും. ബട്ട് പിന്നുള്ള സ്ട്രീം ലൈനൊക്കെ വേറൊരു ഫോമിലാണ് പോവുക. അപ്പോൾ സ്ട്രീം ലൈൻ എന്താ മനസ്സിലായി? ഇറ്റ് ഈസ് ദ പാത്ത് ഫോളോഡ് ബൈ ദ വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ വാട്ടർ പാർട്ടിക്കിളാണ്. മണ്ണിലൂടെ വെള്ളം ഒഴുകുന്ന വഴീനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുക. ബ്ലിക്സ് പറഞ്ഞ പോലെ എല്ലാം ഫൗണ്ടേഷൻ്റെ അടുത്ത് കൂടെ അല്ല പോവുക, കുറച്ചൊക്കെ കർവായിട്ട് കുറച്ചും കൂടി വിട്ടൊക്കെ നമ്മൾ സ്ട്രീം ലൈൻ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ AB എന്ന് പറഞ്ഞിട്ട് സ്ട്രീം ലൈൻ മാർക്ക് ചെയ്തത്. ഇനി ഇതിൽ അടുത്തൊരു ടേമാണ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. കണ്ടോ, ഇക്വിപൊട്ടൻഷ്യൽ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിട്ടുള്ളതിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുക? ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടു, നമുക്ക് എന്തുണ്ട്, സ്ട്രീം ലൈൻ ഉണ്ട് അല്ലേ, ഒരു 3-4 സ്ട്രീം ലൈൻസ് ഉണ്ട്. നമുക്കറിയാം ഈ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത് വെള്ളം പാസ് ചെയ്യുന്ന വഴീനെയാണ് നമ്മൾ സ്ട്രീം ലൈൻ എന്ന് പറയുന്നത്. ഈ സ്ട്രീം ലൈനിലെ ഓരോ പോയിൻറ്റിലും ഓരോ റെസിഡ്യുവൽ ഹെഡ് ഉണ്ടാവും. ഈ സ്ട്രീം ലൈനിലെ ഓരോ പോയിൻറ്റിലും ഹെഡ് ഉണ്ടാവും. റെസിഡ്യുവൽ ഹെഡ് എന്നാണ് പറയുക. ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹെഡ്. ഇവിടെ എത്തുമ്പോൾ ഫുള്ള് ഹെഡ് ആയിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ H കണ്ടുപിടിച്ചിരുന്നു അല്ലേ? സ്റ്റാർട്ടിങ് പോയിന്റിൽ ഫുൾ ടോട്ടൽ ഹെഡ് ഉണ്ടാവും, എൻഡ് പോയിന്റിൽ അത് 0 ഹെഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്തിരുന്നു. ആ ഹെഡ് പോലത്തെ ഹെഡ് ഈ ഓരോ പോയിന്റിലും റെസിഡ്യുവൽ ഹെഡ് ഉണ്ടാവും. റെസിഡ്യുവൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് 10 ആണെന്നുണ്ടെങ്കിൽ ഈ എൻഡിലെത്തുമ്പോഴത്തേന് അത് 0 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒഴുകി ഏകദേശം ഇവിടെ എത്തുമ്പോൾ 10-ലെ ബാക്കി 8 റെസിഡ്യുവൽ ഹെഡേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇവിടെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ അത് 3 റെസിഡ്യുവൽ ഹെഡ് ആയിരിക്കും. ഇവിടെ എത്തുമ്പോഴത്തേനും റെസിഡ്യുവൽ ഹെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് ബാക്കി വരുന്ന ഹെഡ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പോകുന്ന സ്ട്രീം ലൈൻസ് ഉണ്ടല്ലോ, ഈ സ്ട്രീം ലൈൻസിൽ സെയിം റെസിഡ്യുവൽ ഹെഡുള്ള പോയിന്റുകൾ കൂട്ടിയിട്ട്, ഇപ്പോൾ സ്ട്രീം ലൈൻസിൽ സെയിം റെസിഡ്യുവൽ ഹെഡ്, ഇപ്പോൾ ഇവിടുത്തെ ഹെഡ് 8 ഇവിടുത്തെ ഹെഡും 8 മൂന്നാമത്തെ സ്ട്രീം ലൈനിലെ ഹെഡ് 8 റെസിഡ്യുവൽ ഹെഡുള്ള കോമൺ റെസിഡ്യുവൽ ഹെഡുള്ള പോയിന്റിനെ കൂട്ടി യോജിപ്പിച്ച് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറഞ്ഞത്. നമ്മൾ കോണ്ടൂർ ലൈൻ ഉണ്ടാവില്ലേ, സെയിം എലിവേഷനിലുള്ള പോയിന്റിനെ കൂട്ടി വരക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയുക, കോണ്ടൂർ ലൈൻ എന്ന് പറയുക. ആ കോണ്ടൂർ ലൈൻ പോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത് സെയിം ഹെഡുള്ള ലൈനിനെ കൂട്ടി വരക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രീം ലൈൻ കണ്ടു, അടുത്ത് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈനാണ് പഠിക്കുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ ലൈനിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: എവരി സ്ട്രീം ലൈൻ പൊസസ് എ ഹെഡ് വൈൽ എൻ്ററിങ് ദ സോയിൽ ആൻഡ് വെൻ ഇറ്റ് ഈസ് എമർജസ് അറ്റ് ദ ഡൗൺ സ്ട്രീം എൻഡ് ഇറ്റ്സ് ഹെഡ് ഈസ് 0. നേരത്തെ പറഞ്ഞു, എൻഡിൽ 0 ആയിരിക്കും. അറ്റ് എവരി ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ് ഓൺ ഇറ്റ്സ് പാത്ത് ദർ ഈസ് എ സർട്ടൻ റെസിഡ്യുവൽ ഹെഡ് H still to be dissipated in the remaining length to be traversed to the downstream end. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, റെസിഡ്യുവൽ ഹെഡ് ഉണ്ടാവും ഓരോ പോയിന്റിലും.
അപ്പോൾ ദർ വിൽ ബി എ പോയിന്റ് ഓൺ ദ സ്ട്രീം ലൈൻ ഹാവിംഗ് ദ സെയിം വാല്യൂ ഓഫ് റെസിഡ്യുവൽ ഹെഡ് ഇഫ് സച്ച് പോയിന്റ്സ് ആർ ജോയിൻഡ് ടുഗെദർ ആൻഡ് ഫോം എ കർവ് ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. അപ്പോൾ ഓരോ സ്ട്രീം ലൈനിലും ഉള്ള റെസിഡ്യുവൽ ഹെഡ് സെയിം റെസിഡ്യുവൽ ഹെഡുകൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്ന് പറയുന്നത്. ഈ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും സ്ട്രീം ലൈനും കൂടി കൂട്ടി വരയ്ക്കുന്നതിനാണ് നമ്മൾ ഫ്ലോ നെറ്റ് എന്ന് പറയുക. അതായത് ഈ ഫിഗറിൽ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും വരച്ചിട്ടുണ്ട്, സ്ട്രീം ലൈനും വരച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ഫിഗറിനെയാണ് നമ്മൾ ഫ്ലോ നെറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഒരു ടേമും നമ്മളുടെ ഖോസ്ലാസ് കൊണ്ടുവന്നാണ്. ഫ്ലോ നെറ്റ്, two sets of curve intersecting each other orthogonally. One set of line is called streamline and other set of is called equipotential line. The resulted flow diagram is called flow net. ഓക്കെ, അപ്പോൾ ഖോസ്ലാസ് തിയറിയിലെ ഫസ്റ്റ് സമ്മറൈസ്ഡ് പോയിൻ്റ് ആണ് ഇത്. ദ സീപ്പിംഗ് വാട്ടർ ഡസ് നോട്ട് ക്രീപ്പ് അലോങ് ദ ബോട്ടം കോണ്ടൂർ ഓഫ് പക്ക ഫ്ലോർ ബട്ട് ഇറ്റ്സ് മൂവ്സ് അലോങ് ദ സ്ട്രീം ലൈൻ. ഫസ്റ്റ് 3 പോയിൻ്റ് ആക്കിയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഇത്. ഈ ഫസ്റ്റ് പോയിന്റിലുള്ള 3 ടേമുകളാണ് എന്ത്, ഒന്ന് സ്ട്രീം ലൈൻ എന്താ, രണ്ടാമത്തേത് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ എന്താ, മൂന്നാമത്തേത് ഫ്ലോ നെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് അതോടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തേതാണ്, അതായത് ഖോസ്ലാസ് തിയറിൻ്റെ സമ്മറൈസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് പോയിൻ്റ്. ദ സീപ്പേജ് വാട്ടർ എക്സേർട്ട് എ ഫോഴ്സ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആൻഡ് ടാൻജൻഷ്യൽ ടു ദ സ്ട്രീം ലൈൻ. This force has an upward component from the point where the streamline turns upward. For stability of soil particle, the upward component should be counterbalanced by the submerged weight of the soil grain. എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ സ്ട്രീം ലൈൻസ് കൂടെയാണ് നമ്മളെ പാർട്ടിക്കിൾ പോകുന്നത്. അപ്പോൾ ഒരു പാർട്ടിക്കിൾ പോകുമ്പോൾ എന്തുണ്ടാവും, ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർട്ടിക്കിൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് എന്തുണ്ടാവുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. നോക്കുക, സീപ്പേജ് വാട്ടർ എക്സേർട്ട് എ ഫോഴ്സ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. വെള്ളം പോകുന്ന അതേ ഡയറക്ഷനിൽ എന്തുണ്ടാവും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ആ സീപ്പേജ് വാട്ടർ. അപ്പോൾ നമുക്കറിയാം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ നമുക്ക് എത്ര കമ്പോണൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യുക, വി ക്യാൻ ഡിവൈഡഡ് ഇൻ ടു 2 കമ്പോണൻറ്റ്. ഇപ്പോൾ നമ്മളുടെ ഫോഴ്സ് പോകുന്ന ഡയറക്ഷനിലൊരു ഫോഴ്സിൻ്റെ ഈ ബ്ലൂ കളറിൽ അത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ബട്ട് ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് പ്രോബ്ലം ഉണ്ടാക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വെർട്ടിക്കൽ അപ്വാർഡ്, ഇപ്പോൾ ഓരോ പോയിന്റിലും എന്തുണ്ടാവും, ഇങ്ങനെ കുറേ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഈ അപ്വാർഡ് ഫോഴ്സൊക്കെ ഇതിൻ്റെ ഫ്ലോറിലാണ് വന്ന് അപ്ലൈ ചെയ്യുക, ഡൗൺ സ്ട്രീം സൈഡിലെ ഫ്ലോറിലാണ് വന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഫോഴ്സിനെ, ഈ അപ്വാർഡ് ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് നമ്മൾ ഈ എന്തിൽ കൊടുക്കണം, ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ വരുന്ന അപ്വാർഡ് ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ, തിരിച്ച് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ നല്ല വെയിറ്റിലുള്ള എന്തെങ്കിലും ഒരു ഫ്ലോറ് ഡൗൺ സ്ട്രീം സൈഡിൽ പ്രൊവൈഡ് ചെയ്യണം. അതാണ് പറയുന്നത്. സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ പാർട്ടിക്കിൾ അപ്വാർഡ് കമ്പോണൻറ്റ് ഷുഡ് ബി കൗണ്ടർ സ്റ്റെബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യും, ഔട്ട് ടേൺ ചെയ്യും. ഈ ഫോഴ്സ് കൊണ്ട് നമ്മളുടെ വിയർ എന്ത് ചെയ്യും, ചെരിഞ്ഞു പോവും. ഓക്കെ, counterbalanced by the submerged weight of the soil grain. This force has maximum disturbing effect at the downstream. ഞാൻ പറഞ്ഞല്ലോ ഈ ഫോഴ്സ് കൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഡൗൺ സ്ട്രീം എൻഡിലാണ്, സിൻസ് ദ ഡയറക്ഷൻ ഈസ് വെർട്ടിക്കലി അപ്വാർഡ്. ഈ എൻഡിൽ ഇവിടെ എന്താ അത്രയും ബുദ്ധിമുട്ടില്ലാത്തത്, ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഇങ്ങനെയോ ഒരു ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺവേർഡ് വെർട്ടിക്കൽ ഫോഴ്സ് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അപ്സ്ട്രീം സൈഡിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ഫ്ലോർ വിഡ്ത്ത് അറ്റ് അപ്സ്ട്രീം സൈഡ് ഡിസൈൻ ബ്ലിഗ്സ് തിയറിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അപ്സ്ട്രീം സൈഡിലുള്ള ഫ്ലോർ തിക്നെസ് മിനിമം കൊടുക്കാൻ കാരണം എന്താണ്, അപ്സ്ട്രീം സൈഡിലെ ഫ്ലോർ തിക്നെസ് കൊണ്ട് വലിയ കാര്യമില്ല, ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ തിക്നെസ് കൂടി കൊടുക്കണം, കാരണം ഇവിടെ വെർട്ടിക്കലി അപ്വാർഡ് ഫോഴ്സാണ് ഉണ്ടാവുന്നത്. The disturbing force at any point is proportional to the gradient of pressure of water at that point. അതായത് അങ്ങനെ ഉണ്ടാവുന്ന ഈ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dl. ഇങ്ങനെ ഉണ്ടാവുന്ന, ഇപ്പോൾ ഇതാണ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dl. അതായത് ഈ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ഫ്ലോ കൂടുന്നതിനനുസരിച്ച് ദ എക്സേർട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ ദ അപ്വാർഡ് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ചെറുതായി വരും. dl ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എല്ലിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് എഫിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മൾ ലോങ് കട്ട് ഓഫ് ഒക്കെ കൊടുക്കാൻ കാരണം.
the exit gradient pressure at the exit the gradient of pressure at exit is called exit gradient. അതായത് എക്സിറ്റിൽ ഉണ്ടാവുന്ന ഗ്രേഡിയൻറ്റ് പ്രഷറിനെയാണ് എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ദാറ്റ് ദ soil particles to be stable, the exit gradient should be safe. Exit gradient safe ആണെങ്കിൽ the soil particle is to be stable. ഇനി അടുത്ത രണ്ട് ടേമാണ് ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻറ്റും സേഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റും. ദ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഈസ് സെറ്റ് ടു ബി ക്രിട്ടിക്കൽ. എപ്പോഴാണ് ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻ്റ് ആവുക? അപ്വാർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് കൗണ്ടർ ബാലൻസ്ഡ് ഫോഴ്സ് ആവുന്ന ടൈമിലാണ് ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഫോഴ്സ് അപ്വാർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അപ്വാർഡ് ഫോഴ്സിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഈ അപ്വാർഡിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും തിരിച്ച് കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയും. സേഫ് എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൗണ്ടർ ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് കുറച്ചുകൂടി കൂടുതലാണ്, താഴെ ഇരുന്നുള്ള ഫോഴ്സിനേക്കാളും കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ സേഫ് എക്സിറ്റ് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ പറയില്ല നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സാണ് ഇവിടുന്ന് വരേണ്ടതെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ശരിക്കും നമുക്ക് 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ മതി, എന്നാൽ കൗണ്ടർ ബാലൻസ് ചെയ്യും. ബട്ട് നമ്മളെപ്പോഴും ഒരു കുറച്ചും കൂടി എക്സ്ട്രാ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യും. ഈ 10 കറക്റ്റ് കൊടുക്കണ വരെ നമ്മളിവിടെ ഒരു 5 കൂടിയോ അല്ലെങ്കിൽ ഒരു 2 കൂടിയോ അല്ലെങ്കിൽ എത്രയെങ്കിലും ഒരു 60% എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ട്. നമ്മൾ ഈ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളിനി പഠിക്കും, നമ്മൾ ഈ ഡിസൈനിലൊക്കെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആഡ് ചെയ്ത് കൊടുക്കണ പോലെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ആഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് സേഫ് എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുക. The exit gradient is said to be critical when the upward force of the grain is equal to the submerged weight of the grain at the exit. When a factor of safety of 4 or 5 is used, the exit gradient can be taken as safe exit gradient. Okay, that is an exit gradient equal to 1/4 or 1/5 of the critical gradient is ensured to keep the structure safe against the piping. Okay, clear ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് മൂന്നാമത്തതാണ്. അപ്പോൾ 2 പോയിൻ്റ് കഴിഞ്ഞു കോസ്ലാസിൻ്റെ 2 സമ്മറൈസ്ഡ് തിയറി എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇക്വിപൊട്ടൻഷ്യൽ ലൈനും ഫ്ലോ നെറ്റൊക്കെ ഉള്ളതാണ്. അതായത് പക്ക ഫ്ലോറിൻ്റെ കോണ്ടൂർ കൂടെ അല്ലാതെ ട്രാവൽ ചെയ്യുക. അതിൽ 3 ടേം പഠിച്ചു. ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ, സ്ട്രീം ലൈൻ, ദെൻ ഫ്ലോ നെറ്റ്, ഇങ്ങനെ 3 ടേം പഠിച്ചു. അടുത്തത് നമ്മൾ പഠിച്ചത് എന്താ? സീപ്പേജ് വാട്ടർ എക്സേർട്ട് ചെയ്യും ഒരു പ്രഷർ. ഈ സീപ്പേജ് വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഡൗൺ സ്ട്രീം സൈഡിലെ അപ്വാർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ അപ്വാർഡ് ഫോഴ്സിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫ്ലോറിൻ്റെ വെയിറ്റൊക്കെ കൂടുതൽ കൊടുക്കും. ഇതിലുള്ള കുറച്ച് ടേമാണ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ്. എക്സിറ്റ് ഗ്രേഡിയൻറ്റിന് തന്നെ 2 ടേം പഠിച്ചു, ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻറ്റും സേഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റും. ക്രിട്ടിക്കൽ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം, അതായത് അപ്വാർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്, ഡൗൺവേർഡ് കൗണ്ടർ ബാലൻസ്ഡ് ഫോഴ്സ് ആവുന്ന കേസാണ് ക്രിട്ടിക്കൽ എക്സിറ്റ് ഗ്രേഡിയൻറ്റ്. അതിനെ സേഫ് ആക്കാൻ വേണ്ടി നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 4 or 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനെയാണ് സേഫ് എക്സിറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ്, അതായത് കോസ്ലാസിൻ്റെ മൂന്നാമത്തെ സമ്മറൈസ്ഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അണ്ടർമൈനിങ് ഓഫ് ദ ഫ്ലോർ സ്റ്റാർട്ട്സ് ഫ്രം ദ ഡൗൺ സ്ട്രീം എൻഡ് ഓഫ് ഡൗൺ സ്ട്രീം പക്ക ഫ്ലോർ ആൻഡ് ഇഫ് നോട്ട് ചെക്ക്ഡ് ഇറ്റ് ട്രാവൽ അപ് സ്ട്രീം ടുവാർഡ്സ് ദ വിയർ വാൾ. അപ്പോൾ നമ്മൾ പൈപ്പിങ്ങിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മളുടെ വിയർ എന്നുണ്ടെങ്കിൽ നമ്മളുടെ പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുക ഈ എൻഡിൽ നിന്നാണ്, ടെയിൽ എൻഡിൽ നിന്നാണ്, ഡൗൺ സ്ട്രീം എൻഡിൽ നിന്നാണ്. ഇഫ് നോട്ട് ചെക്ക്ഡ് ഇറ്റ്സ് ട്രാവൽ ടു ദ അപ് സ്ട്രീം സൈഡ്. ഇങ്ങനെയാണ് പൈപ്പിംഗ് ഉണ്ടാക്കുക, എന്നിട്ടാണ് നമ്മളുടെ വിയർ കൊളാപ്സ് ചെയ്യുന്നത്. സോ ദ അണ്ടർമൈനിങ് സ്റ്റാർട്ട്സ് ഓൺലി വെൻ ദ എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഈസ് അൺസേഫ് ഫോർ ദ സബ്സോയിൽ ഓൺ വിച്ച് ദ വിയർ ഈസ് ഫൗണ്ടഡ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സേഫ് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഇല്ലാത്ത കേസ് ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, കൊളാപ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. It is therefore absolutely necessary to have a reasonably deep vertical cutoff at the downstream end അല്ലെങ്കിൽ downstream pakka flow to prevent the undermining. The depth of downstream vertical cutoff is governed by 2 considerations, depth of scour and the exit gradient. അതുകൊണ്ട് തന്നെ ഈ പൈപ്പിംഗ് ഡൗൺ സ്ട്രീം എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഡൗൺ സ്ട്രീം എൻഡിൽ ഏറ്റവും ലെങ്ത്ത് കൂടിയ പൈല് ഫിക്സ് ചെയ്യണം നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പ്രോബ്ലം ചെയ്യുന്ന കേസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ
അപ്സ്ട്രീം സൈഡിലുള്ള പൈലിനേക്കാളും ലെങ്ത്ത് അല്ലെങ്കിൽ താഴേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ ഡൗൺ സ്ട്രീം പൈലിൻ്റെ ലെങ്ത്ത്. അപ്സ്ട്രീം പൈലിൻ്റെ ലെങ്ത്ത് നമുക്ക് 6 ഉള്ളതിനു, ഡൗൺ സ്ട്രീം പൈലിൻ്റെ ലെങ്ത്ത് നമ്മൾ 9 കൊടുത്തിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇനി പ്രോബ്ലത്തിൽ നിങ്ങൾ ഒന്നുകൂടി റെഫർ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഡൗൺ സ്ട്രീം പൈലിൻ്റെ ലെങ്ത്ത് കൂടുതൽ കൊടുക്കും, കാരണം ഡൗൺ സ്ട്രീം എൻഡിൽ നിന്നാണ് നമ്മൾ അണ്ടർമൈനിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ എന്ന് പറയുന്നത് ബ്ലിഗ്സ് തിയറിയിൽ നിന്ന് കുറച്ച് അസംഷൻസ്, കൺക്ലൂഷൻസ് കോസ്ലാസ് എടുത്തു. ആ കൺക്ലൂഷൻ അനുസരിച്ച് കോസ്ലാസ് ഒരു 3 പോയിൻ്റുള്ളൊരു തിയറി കൊണ്ടുവന്നു. ഓക്കെ, ഈ 3 പോയിൻ്റൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ കോസ്ലാസ് വിയർ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ മെത്തേഡ്, ഈ മെത്തേഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ കോസ്ലാസിൻ്റെ പ്രോബ്ലം ചെയ്തത്. ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദ പ്രഷർ അറ്റ് ഈച്ച് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഫോർ വി ക്യാൻ ഡിറ്റർമിൻ പ്രഷർ അറ്റ് കീ പോയിൻറ്റ്സിൽ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഫൈൻഡ് ഔട്ട് എക്സിറ്റ് ഗ്രേഡിയൻറ്റ് ഫോർ ദ സീപ്പേജ് ബിലോ ദ ഹൈഡ്രോളിക് സ്ട്രക്ചർ. ഓക്കെ, ഈ 3 പോയിൻ്റൊക്കെ വെച്ചിട്ട് കോസ്ലാസ് ഒരു തിയറി കൊണ്ടുവന്നു. ഈ തിയറി യൂസ് ചെയ്തിട്ട് ഒരു മെത്തേഡ് കൊണ്ടുവന്നു, ദാറ്റ് ഈസ് മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ മെത്തേഡ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മളുടെ പ്രഷർ അറ്റ് ഈ കീ പോയിൻറ്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കാനും എക്സിറ്റ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ പ്രഷർ കണ്ടുപിടിക്കാനും എക്സിറ്റ് ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനുമാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തതും. Okay, for designing hydraulic structure on a pervious foundation, Koslas has developed a simple and quick, accurate approach called a method of independent variable. Okay, അതുതന്നെയാണ് കോസ്ലാസ് ഡെവലപ്പ് ചെയ്ത സിമ്പിൾ ക്വിക്ക് ആക്യുറേറ്റ് അപ്രോച്ചാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതായത് ഈ മെത്തേഡിൽ ഏത് വലിയ വിയർ ആണെന്നുണ്ടെങ്കിലും അതിനെ സ്മോൾ കോംപ്ലക്സ് പ്രൊഫൈലിനെ സ്മോൾ നമ്പർ ഓഫ് സിമ്പിൾ പ്രൊഫൈലാക്കി ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നേരത്തെ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഓരോ സെപ്പറേറ്റ് പൈലിനെ കൺസിഡർ ചെയ്തിരുന്നു. ആദ്യത്തെ പൈല്, രണ്ടാമത്തെ പൈല്, മൂന്നാമത്തെ പൈല്, അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്തത്. അതാണ് ഇവരും പറയുന്നത് കോംപ്ലക്സ് പ്രൊഫൈലിനെ സിമ്പിൾ പ്രൊഫൈലാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. പിന്നുള്ളത് ഇനി ഇതിലുള്ള തിയറി എന്ന് പറയുന്നത് നമ്മൾ ആ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറക്ഷൻസ്, അതൊക്കെ ഇതിൻ്റെ തിയറിയാണ്. താങ്ക് യു പറയാനായിട്ടില്ല. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രോബ്ലംസ് പഠിച്ചെങ്കിൽ മാത്രമേ ആ തിയറിയും കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. കോസ്ലാസ് എന്ത് ചെയ്തിനു, ഓരോ പൈലിലും അല്ലെങ്കിൽ ഓരോ കീ പോയിൻറ്റ്സിലുള്ള പ്രഷറാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് കീ പോയിൻറ്റ്സ് അറിയണം. കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്യണം. ഓരോ പൈലിലും ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും കീ പോയിൻറ്റ്സ്. ഈ കീ പോയിൻറ്റ്സിലാണ് ഈ കോസ്ലാസ് പറഞ്ഞ പോലെ പ്രഷറുകൾ നമ്മൾ കണ്ടുപിടിക്കുക. പ്രഷർ കണ്ടുപിടിക്കുന്നത് കീ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, അത് നിങ്ങൾ പറയണം. ഓരോ കീ പോയിൻറ്റ്സിൽ കണ്ടുപിടിക്കുന്ന പ്രഷറിലും നമ്മൾ കറക്ഷൻസ് ചെയ്യും. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രഷറിന് പല ടൈപ്പിലുള്ള കറക്ഷൻ, ഇപ്പോൾ ചെയിൻ ലെങ്ത്തിൽ ഉണ്ടാകുന്ന കറക്ഷൻസ് ഒക്കെ പോലെ നമ്മൾ കണ്ടുപിടിച്ചതിൽ കുറച്ച് ചെറിയ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾക്കുള്ള കറക്ഷൻസ് ചെയ്യണം. 3 ടൈപ്പിലുള്ള മിസ്റ്റേക്സ് ആണ് വരിക. അത് നമ്മൾ ആ പ്രോബ്ലത്തിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, 3 ടൈപ്പിലുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, ഇൻ്റർഫറൻസ് ഓഫ് പൈല്. ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇക്വേഷനൊക്കെ ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കുക കേട്ടോ. ഇൻ്റർഫറൻസ് ഓഫ് പൈല്. രണ്ടാമത്തേത് എന്തായിരുന്നു, ഡ്യൂ ടു ഫ്ലോർ തിക്നെസ് ഓഫ് ഫ്ലോറിനുള്ള ഒരു കറക്ഷൻ ഉണ്ട്, അതിൻ്റെ ഇക്വേഷനുണ്ട്. മൂന്നാമത്തെ കറക്ഷനാണ് ഡ്യൂ ടു സ്ലോപ്പ് ഓഫ് ഫ്ലോറിൻ്റെ സ്ലോപ്പിനുള്ള കറക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ ഈ തിയറി, കോസ്ലാസിൻ്റെ തിയറിയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തിയറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സെയിം അത് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ വീഡിയോ കണ്ടുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും തിയറിയാണ് കോസ്ലാസിൽ പഠിക്കാനുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഇതിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്ലിഗ്സ് തിയറി ആൻഡ് കോസ്ലാസ് തിയറിയാണ്. അപ്പോൾ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്ലിഗ്സ് തിയറി ആൻഡ് കോസ്ലാസ് തിയറി. ഓക്കെ, താങ്ക് യു.